പരാതിക്കാരി ഇപ്പോൾ നമുക്ക് ടെലിഫോൺ ലൈനിലൊപ്പം ചേരുന്നുണ്ട്. ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്ന് വളരെ ഉറച്ച രീതിയിൽ ഒരു നിലപാടായിരുന്നു തുടക്കം മുതൽ നിങ്ങൾ സ്വീകരിച്ചിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ ആരുടെയും ഭാഗത്തു നിന്ന് പിന്തുണ ലഭ്യമാകുന്നില്ല എന്നൊരു കാരണം പറഞ്ഞ് ഈ പരാതി പിൻവലിക്കുന്നത്? ഹലോ, പറയൂ, കേൾക്കാം. അതായത് ഞാൻ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ സ്വധൈര്യമായിട്ട് മുൻപോട്ട് വന്നത്. ഈ മലയാള സിനിമയിൽ നടക്കുന്ന കറപ്ഷൻസ് അല്ല അഴിമതികൾ ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ മുൻപോട്ട് ധൈര്യത്തോടെ വന്നത്. പക്ഷെ ഇതിന്റെ കോൺസിക്വൻസസും എനിക്കറിയായിരുന്നു. എനിക്കെതിരെ പല വാക്കുകളും എന്നെ കല്ലെറിയുമെന്നും എനിക്കറിയായിരുന്നു. ഇതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. അങ്ങനെ ഞാൻ വന്നപ്പോഴാണ് എനിക്കെതിരെ ഒരു കള്ള പോക്സോ കേസ് വന്നത്. അതിനെക്കുറിച്ച് ഇന്ന് വരെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ ആരാണ് ഈ കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചത്, കാശ് കൊടുത്ത് പറയിപ്പിച്ചത്, ആരുടെ പ്രേരണയിലാണ് ഈ കുട്ടി കള്ളപ്പോക്സോ പോയി കേസ് പറഞ്ഞത്, ഒന്നും ഗവൺമെന്റ് ആ ഭാഗത്തോട്ട് അനങ്ങിയിട്ടില്ല. എന്നെ ഇന്ന് വരെ പോലീസിട്ട് വിളിച്ചിട്ടുമില്ല. എന്നെ ഈ ലോകത്തിന്റെ മുമ്പിൽ എന്നെ ഒരു കൂട്ടിക്കൊടുപ്പുകാരാക്കി. ഞാൻ സത്യം പറഞ്ഞ എന്റെ പേരിൽ. പക്ഷെ ഇങ്ങനെ ഒരു സത്യം പറഞ്ഞ് മുൻപോട്ട് വരുന്ന സ്ത്രീക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണ്. പക്ഷെ ഇതുവരെ ഗവൺമെന്റ് ആ സത്യം തെളിയിക്കാൻ തയ്യാറായിട്ടില്ല. ഞാൻ നെടുമ്പാശ്ശേരിയിൽ ഒരു കൗണ്ടർ കംപ്ലൈന്റ് കൊടുത്തു. ഈ ഒരു കേസ് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണമെന്നുണ്ട്, ഏത് പോക്സോ കേസ്. ഉടനെ നെടുമ്പാശ്ശേരി അത് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലോട്ടാണ് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്തത്. കാരണം അവിടെയാണല്ലോ കേസ് എടുത്തത്. zero FIR ഇട്ടാണ് അവിടെ കേസ് എടുത്തിരിക്കുന്നത്. ഒക്കറൻസ് നടന്നത് ചെന്നൈയിലാണെങ്കിൽ ഇവർ എന്തുകൊണ്ട് ചെന്നൈയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? അതും ചെയ്യുന്നില്ല. ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിലെ SIക്ക് വിളിച്ചു ഫോൺ വെച്ചു ഇതിന്റെ സ്റ്റാറ്റസ് എന്താന്ന് പറയാം. ആരും ഫോൺ എടുക്കുന്നില്ല. എന്നെ ഇന്ന് വരെയും ഒരു പോലീസ് ഈ കേസിനെ കുറിച്ച് എന്നെ വിളിച്ചിട്ടുമില്ല. ആലുവയിലാണോ ഉള്ളത്? ആലുവയിലുള്ളത്. ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നൊന്നും ഒരു തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇല്ല. ഞാൻ അവർക്ക് വേണ്ടി വന്നതാണെങ്കിൽ എനിക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഇങ്ങനെ കള്ള പോക്സോ കേസ് ഒക്കെ ഇടുമ്പോഴേ അത് കൂടെ അന്വേഷിക്കണം. ഈ ഘട്ടത്തിൽ പരാതിയിൽ നിന്നും പിന്മാറിയാൽ, ഈ പരാതി പിൻവലിച്ചാൽ ആദ്യമുണ്ടായിരുന്ന ആ സതുദ്ദേശത്തിൽ ഒരു മാറ്റം വരികയില്ലേ? കാരണം സമൂഹത്തിൽ ഒരാൾക്കും ഇത് സംഭവിക്കരുത് എന്ന് പറഞ്ഞ് വളരെ ധൈര്യപൂർവ്വം ഇറങ്ങി വന്ന ഒരാളാണ്. ഈ ഘട്ടത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ ലഭ്യമാക്കണം എന്നാവശ്യപ്പെടുകയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത്? പരാതി പിൻവലിക്കലാണോ? അല്ല, ഞാൻ പലയിടത്തോടും ഞാൻ DGPക്ക് ലെറ്റർ അയച്ചു. ലെറ്റർ അയച്ചു, പ്രൈം മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു, ചീഫ് മിനിസ്റ്റർക്ക് ലെറ്റർ അയച്ചു. എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാനെന്തിനാ തനിയെ ഇങ്ങനെ നാണം കിടന്നത്? ആർക്ക് വേണ്ടി പറ? ആർക്ക് വേണ്ടി? എനിക്കില്ല കുട്ടികൾ, എനിക്ക് കുട്ടികളുണ്ട്, എനിക്ക് കുടുംബമുണ്ട്, എനിക്കുണ്ട് മനസ്സ്, പച്ചയായ ഒരു ഹൃദയം എനിക്കുണ്ട്. വേദനിക്കുന്ന എനിക്ക് ഒരു പരിധിയുണ്ട്. തീർച്ചയായും വേദന മനസ്സിലാവുന്നു. ഇക്കാര്യത്തിൽ ആരുടെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ച പറ്റിയെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, തുറന്നു പറയാനുള്ളത്? പറയൂ. പക്ഷെ അത് തന്നെ ഗവൺമെന്റ് SITക്കാർക്ക് എന്നെ ചിലപ്പോൾ എന്നെ സിൻസിയറായിട്ട് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരിക്കാം. പക്ഷെ അവരെ ആരോ ഇത് ചെയ്യുന്നുണ്ട്, സ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്കറിയത്തില്ല ആരാണെന്ന്. മറ്റേതെങ്കിലും ഭാഗത്ത് നിന്ന് ഈ പരാതി പിൻവലിക്കണം എന്ന് പറഞ്ഞ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നോ? അങ്ങനെയായി അതൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയുമല്ല. ആരുടെ മുമ്പിൽ അങ്ങനെ പേടിച്ചു വരച്ച് സത്യമായിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിന്റെ പാതയിൽ മാത്രം പോകുന്ന ഒരാളാണ് ഞാൻ. ഇടപെടൽ നടത്താനുള്ള ഒരു ശ്രമമോ മറ്റോ തുടക്കം മുതൽ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യമേ 25 lakhs വരെ കേസ് പിൻവലിക്കാൻ പറഞ്ഞിരുന്നു. അത് ഞാൻ സമ്മതിച്ചില്ല. അതാരായിരുന്നു? അയ്യോ, അവരുടെ പേര് പറയണ്ട. അത് ഞാൻ മാഡം പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ ഈ നിമിഷം വരെ എനിക്കുണ്ടായ ഈ പോക്സോ കേസിനെതിരെ നിങ്ങൾ മീഡിയക്കാർ പോലും ഒന്നും അനങ്ങിയിട്ടില്ല. ഇതിന്റെ സത്യം പുറത്ത് കൊണ്ടുവരണമെന്ന് മീഡിയക്കാർക്ക് പറഞ്ഞൂടെ? ഈ പോക്സോ കേസ് കൊണ്ടുവരണം, ഇത് സത്യം തെളിയിക്കണം. ആരും മിണ്ടിയിട്ടില്ല. അപ്പൊ ഞാൻ മാത്രം. അതുകൊണ്ട് ഞാൻ ഇത് എല്ലാത്തിനും എനിക്കിപ്പോ മനസ്സിലായി, നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ കള്ളക്കേസ് വന്നാലും ഗവൺമെന്റും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യത്തില്ല. ഈ തുടക്കം മുതൽ ഇത്തരം പീഡനവുമായി ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ അഴിമതികളുമായി ബന്ധപ്പെട്ടൊക്കെ ശബ്ദമുയർത്തിയ ചുരുക്കം ചില വനിതകളിൽ ഒരാളാണ് താങ്കൾ. പക്ഷെ ഈ ഘട്ടത്തിൽ മനസ്സുമടുത്ത് ഇതിൽ നിന്നും പിന്മാറണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പോക്സോ കേസ് അടക്കമുള്ള കള്ളക്കേസ് ചുമത്തി ഈ കേസ് അതെ കള്ളക്ക് കേസ് ചുമത്തിയിട്ട് അതൊന്ന് തെളിയിക്കണ്ടേ? അത് ഗവൺമെന്റിന്റെ ചുമതലയാണ് അത് തെളിയിക്കേണ്ടത്. അവർ ഇതുവരെ ഇത്ര മാസമായി ഞാൻ അനുഭവിക്കുന്ന വേദന കൂട്ടിക്കൊടുപ്പുകാരി എന്നൊക്കെ. ഈ പരാതി പിൻവലിക്കാനുള്ളത് അവസാനത്തെ തീരുമാനമാണോ? ഇതിൽ നിന്നും പിന്നോട്ട് പോകും? അതെ, ഇതിലൊരു മാറ്റമില്ല. ഇല്ലെങ്കിൽ ഈ പോക്സോ കേസ് തെളിയിക്കട്ടെ, ഞാൻ കൂടെ നിൽക്കും. ഞാൻ അറ്റം വരെ ഞാൻ കൂടെ നിൽക്കും. പക്ഷെ ഈ പോക്സോ കേസിന്റെ കാര്യത്തിൽ എനിക്ക് നീതി വേണം.
ഈ പോക്സോ കേസിന്റെ കാര്യത്തിൽ നീതി വേണമെന്ന് പറയുമ്പോൾ പോരാടി ആ നീതി നേടിയെടുക്കുന്നതല്ലേ ഉചിതം എന്നൊരു ചോദ്യമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പക്ഷെ ഞാൻ ചോദിക്കാനുള്ളത്. ലെറ്റർ അയച്ചിട്ട് ആരും എനിക്കൊരു റിപ്ലൈ തരുന്നില്ല, ഒന്നുമില്ല, ആരും റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല, ഫോൺ വിളിച്ചിട്ട് പോലും എടുക്കുന്നില്ല. പിന്നെ എന്താ ഇത്? സ്വാഭാവികമായും മാതൃഭൂമി ന്യൂസിലൂടെ ഈ കാര്യങ്ങൾ പൊതുജനങ്ങൾ അറിയുന്നു. വേണ്ടപ്പെട്ടവർ, അധികൃതർ, അന്വേഷണ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഇത് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് ദയവായി മാധ്യമങ്ങളിലൂടെ താങ്കൾക്ക് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ പറയാവുന്നതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരോട്, അധികൃതരോട്, സർക്കാരിനോടൊക്കെ പറയാനുള്ള കാര്യങ്ങൾ എല്ലാ കാര്യത്തിലും നിഷ്പക്ഷമായിട്ട്, ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഈ നടക്കുന്ന അഴിമതികൾക്കെതിരെ നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. ആരുടെയും കാശിന്റെ മുമ്പിലോ ആരുടെയും പദവിയുടെ മുമ്പിലോ സ്റ്റാറ്റസിന് മുമ്പിലോ ഒന്നും പതറരുത്. എങ്കിൽ മാത്രമേ നല്ലൊരു കേരളം ഉണ്ടായി വരാൻ പറ്റുകയുള്ളൂ. ഒരാളെങ്കിൽ ഒരാൾ പുറത്തോട്ട് പോകുന്നെങ്കിൽ അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കണം. ഇപ്പൊ ഞാൻ ഇത്രയും ധൈര്യമായിട്ട് പുറത്തു വരാൻ കാരണം എനിക്കെതിരെ ഒരു തെറ്റായിട്ട് പറയാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് മുന്നോട്ട് വന്നത്. അപ്പൊ അങ്ങനെ ഒരാളുടെ എതിരെ പോക്സോ കേസ്, കള്ളക്കേസ് ഇങ്ങിട്ട് എന്നെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ യൂട്യൂബുകാരെല്ലാം കടന്നിട്ട് കൂട്ടുകൊടുപ്പുകാരി എന്തെല്ലാം അവകാശമാണ്. എനിക്ക് പ്രശ്നമില്ല. ഈ പരാതി പിൻവലിക്കണം എന്ന് കാണിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കത്ത് ഇതിനോടകം നൽകി കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഞാൻ അന്ന് നന്നായിട്ട് ആലോചിച്ചിരുന്നു. എഴുതി ഞാൻ പൂങ്കുട്ട്ലി മാഡത്തിന് ഇമെയിൽ ചെയ്യാനാ. കത്ത് നൽകാനിരിക്കുകയാണ് അല്ലേ? ഇരിക്കുകയാണ്. അത് ഞാൻ മീഡിയയിലാണല്ലോ അറിയിക്കുന്നത്. ഞാൻ എന്റെ സത്യം മുഴുവൻ മീഡിയ, കാരണം മീഡിയ അറിയുമ്പോൾ ജനങ്ങൾ അറിയും എന്റെ സത്യാവസ്ഥ. കാരണം അതിന്റെ പറയുക ആൾക്കാർ പറയുന്നത് കാശ് വാങ്ങിച്ചിട്ടാണ് ഇത് പറയരുത്. ഞാൻ അതുകൊണ്ടല്ല. എനിക്ക് പോക്സോ കേസിൽ എനിക്ക് നീതി വാങ്ങി തരണം. ആ കുട്ടിയെ വിളിച്ച് തെളിയിക്കണം ഈ കേസ്. എങ്കിൽ മാത്രമേ ഞാൻ ഈ കേസിന് മുമ്പ് ഒപ്പം ഉണ്ടാവും. ഏറ്റവും മുമ്പ് വേണം ഞാൻ നിൽക്കാം ഇവർക്കെതിരെ. എനിക്ക് ഒരു പേടിയില്ലാത്ത ആളാ. പക്ഷെ ഇങ്ങനെ ഒരു അപ്പോഴും ഈ പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ആ പരാതി നിലനിൽക്കണം എന്നത് ഒരു അനിവാര്യതയാണ്. പരാതി പിൻവലിച്ചാൽ അതിന് സാധ്യമാവില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. പരാതി പിൻവലിച്ച ആയിക്കോട്ടെ, അപ്പൊ അത് പോക്കോട്ടെ, അതങ്ങനെ പോകട്ടെ. ഇത്രയും നാളായിട്ടും ആരും അത് ശരിയാക്കാൻ ആരും തയ്യാറായില്ലല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, എനിക്ക് പ്രശ്നമില്ല. ഞാൻ ഇനി ഒന്നിനുമില്ല. എന്റെ സമയം ഞാനും ഒരു വീട്ടുകാരിയാണ്. എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ വിട്ടിട്ടാ ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് പെൻഡിങ്ങില്. തീർച്ചയായിട്ടും വേദന മനസ്സിലാവുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഇതുപോലെ പണം തന്നെ സ്വാധീനിക്കാൻ നോക്കി എന്ന് താങ്കൾ ആദ്യം പറഞ്ഞിരുന്നു. അതുപോലെ മറ്റേതെങ്കിലും തരത്തിൽ ഭീഷണിയോ മറ്റോ ഉണ്ടായിരുന്നോ? ഇല്ല, പിന്നെ വധഭീഷണിയും ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം മിണ്ടി പോയത് തല വെട്ടിക്കളയും, തലയില്ലാത്ത ശരീരം കടലിൽ കൂടെ ഒഴുകേണ്ടി വരും, നിന്റെ കാര്യത്തിൽ നാക്കുണ്ടായാലല്ലേ നീ ഇതൊക്കെ പറയുന്നത്, അങ്ങനെയൊക്കെ തന്നെ ഒരുപാട് ഭീഷണി വന്നു. അതൊന്നും എനിക്ക് വലിയായിരുന്നു. ഐ ഡിഡ്ന്റ് ബോദർ. എനിക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഈ പോക്സോ കേസ്, അത് അമ്മയുടെ അനുജത്തിയുടെ മോള് എന്ന് പറയുമ്പോൾ നമുക്ക് അതൊരു വിഷമമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും. ഈ ഭീഷണി ഫോൺ കോളുകളായി ആയിരുന്നോ വന്നിരുന്നത്? ഏത് ഫോൺ കോളുകൾ വഴിയായിരുന്നോ ഭീഷണി സന്ദേശമൊക്കെ വരികയും കോളുകള്, മെസ്സഞ്ചർ ചാറ്റ്, വാട്സപ്പ് ചാറ്റ്, എല്ലാത്തിനെതിരെ നെടുമ്പാശ്ശേരി സ്റ്റേഷൻ കേസ് എടുത്തിട്ടുമുണ്ട്. ഫേക്ക് അക്കൗണ്ടുകൾ വഴിയൊക്കെ ആയിരുന്നോ അത്തരത്തിൽ മെസ്സേജുകൾ വന്നത്? അതെ. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നോ ഇത്തരത്തിൽ ഭീഷണി ഉണ്ടായിരുന്നു എന്ന കാര്യം? അറിയിച്ചിരുന്നു. അവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോ പരാതി പിൻവലിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു, കത്തുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അല്ലേ? അതെ. ഒരു തരത്തിലുമുള്ള പിന്തുണ ആരുടെയും ഭാഗത്തു നിന്ന് ലഭ്യമല്ല എന്ന ആ ഒരൊറ്റ വാദത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അത് തന്നെ ഇന്ന് വരെ ഈ ഒരു കേസ് ആരെങ്കിലും ഈ പറഞ്ഞ ഒരു മീഡിയ പോലും വന്നിട്ട് ഈ കേസ് ഒന്ന് തെളിയിക്കണം എന്ന് പറഞ്ഞ ആരും പറഞ്ഞില്ല. ഇന്നും ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എനിക്ക് എന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കിയാൽ പറ്റും. മീഡിയക്കപ്പുറം ഒരു സ്ത്രീയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിനുണ്ട്. സർക്കാരിന്റെ ഭാഗമായ ആഭ്യന്തര വകുപ്പിനുണ്ട്, പ്രത്യേക അന്വേഷണ സംഘത്തിനുണ്ട്. ആ അന്വേഷണ സംഘത്തിനെ ചുമതലപ്പെടുത്തിയ സ്ഥിതിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഏത് തരത്തിലായിരുന്നു? ഒരു തരത്തിലും ആശാവഹമായ ഒരു രീതിയിലായിരുന്നില്ല പെരുമാറ്റം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. മൗനമായിരുന്നു. ഇത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയുന്നു. ഞാൻ പറഞ്ഞു, മാഡം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്ന ഒരാളാണ്, എന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങൾ. ഇത് കള്ളക്കേസാണ് മാഡം, എന്റെ 2 മക്കളാണ് സത്യം കള്ളക്കേസാണ്. ഇങ്ങനെയൊക്കെ കിടന്ന് പറയുക. സാർ മാഡം ഇതൊന്നും തെളിയിക്കണം മാഡം, പ്ലീസ് ഇതൊന്നും തെളിയിക്കണം. ആർക്കും ഒരു മൈൻഡില്ല. ഞാൻ എന്തിനാ ഇനി മുമ്പോട്ട് പോകണേ? ആർക്ക് വേണ്ടി? ശരി, വളരെ നന്ദി വിവരങ്ങളുമായി ഒപ്പം ചേർന്നതിന്. ഏതായാലും പരാതിക്കാരിയാണ് ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സംസാരിച്ചത് നമ്മളോട്.
പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, പരാതി പിൻവലിക്കാനാണ് തീരുമാനമെന്നാണ് അവർ പങ്കുവയ്ക്കുന്നത്. വളരെയധികം മാനസിക വിഷമത്തിലാണ്, സമ്മർദ്ദത്തിലാണ് അവർ എന്ന് തന്നെ കരുതുന്നു. സങ്കടത്തോടു കൂടിയാണ് സംസാരിച്ചത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ലഭ്യമല്ല. ആരുടെയും ഭാഗത്തു നിന്ന് ഇതുവരെയും ഒരു പിന്തുണയും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് പരാതിക്കാരി പറയുന്നത്. സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം ഇവയൊക്കെ മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉള്ളത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോഴും ഇത്തരത്തിൽ വളരെ പ്രമാദമായ ഒരു കേസിൽ പരാതിക്കാരി ഇതാ പരാതി പിൻവലിക്കുന്നു. അതവരുടെ നിസ്സഹായ അവസ്ഥ കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അവർക്കെതിരെ കള്ളക്കേസാണ് ചുമത്തിയത് എന്നും പറയുന്നു. അതുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ പണം നൽകി അവരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തി, പല ഭാഗത്തു നിന്നും വധഭീഷണി അടക്കം ഉണ്ടായി. ഇതൊക്കെയും പങ്കുവച്ചിരുന്നു പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരോട് എന്നവർ പറയുന്നു. ഏതായാലും അവരുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇവർ പരാതി പിൻവലിക്കുന്നു എന്ന കാര്യത്തിൽ കത്ത് നൽകിയിട്ടില്ല എങ്കിലും അവർ വിശദമായി അന്വേഷിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു. ഇനി ആ കത്ത് നൽകുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളത്.